എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതകത്തിന് ശേഷം പ്രതികളിൽ ഒരാളെ രക്ഷപ്പെടാൻ സഹായിച്ചത് സിഐഎസ്എഫിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ. തൊട്ടടുത്ത ദിവസം പ്രതിയായ കോൺസ്റ്റബിൾ മോഹന് ഡ്യൂട്ടിയിൽ കയറാനും അനുമതി നൽകി. ആരോപണ വിധേയനായ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇയാൾക്കെതിരെ സിഐഎസ്എഫ് വകുപ്പുതല നടപടി സ്വീകരിക്കാനും സൂചനയുണ്ട്. മോഹ്സന അസോ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മോഹ്സന, ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ പ്രതികളായ രണ്ട് ഉദ്യോഗസ്ഥരെയും രക്ഷപ്പെടാൻ സഹായിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതും ഈ ഉദ്യോഗസ്ഥന്റെ സഹായത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇയാളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടന്നോ മോഹ്സന ഇപ്പോൾ? അമൃത, അത് തന്നെയാണ് എന്റെ ഏറ്റവും ഗൗരവതരമായ വിഷയം. ഈ ബുധനാഴ്ച രാത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ ഉദ്യോഗസ്ഥനെ ഈ മോഹൻ ഫോൺ വഴി വിളിച്ച് സംസാരിച്ചിരുന്നു. അതിന് ശേഷമാണ് അവിടുന്ന് പെട്ടെന്ന് മാറിപ്പോകാനും പിറ്റേ ദിവസം ജോലിയിൽ കയറാനും ഒക്കെ തന്നെ അനുമതി നൽകുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് പിറ്റേ ദിവസം ഇവിടെ സിയാലിലെത്തി. അതിനുശേഷമാണ് ഡ്യൂട്ടിയിലിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥനെയാണ് ഈ കോൺസ്റ്റബിളിനെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷവും അതിന്റെ ഗൗരവത്തോടെ അത് സ്വന്തം വകുപ്പിനെയോ, അതായത് സിഐഎസ്എഫിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഈ വിഷയം ധരിപ്പിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കാൻ ഉള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിഐഎസ്എഫ് ഇൻസ്പെക്ടറാണ് എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് മടങ്ങി വരവെയാണ് ഇത്തരത്തിൽ ഐവിൻ ജിജോയുമായി പ്രശ്നമുണ്ടാവുകയും പിന്നീട് ഐവിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ വിവരം ഈ ഉദ്യോഗസ്ഥനെ ഈ മോഹൻ വിളിച്ച് അറിയിക്കുകയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ധരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഡ്യൂട്ടിയിൽ കയറാൻ ഒരു നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അധികൃതരെ അറിയിക്കുകയും അതിനുള്ള നിയമ നടപടിയിലേക്ക് പോവുകയും ഒക്കെ തന്നെയാണ് ധാർമ്മികമായി ചെയ്യേണ്ടത്. പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഒരു വിമർശനമായി വരുന്നത്. ഇക്കാര്യം അന്ന് തന്നെ നാട്ടുകാരിൽ ചിലർ പോലീസിൽ പരാതി പറയുമ്പോൾ അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിന്റെ നാട്ടുകാരുടെ മൊഴി കൂടി അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ, ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് സിഐഎസ്എഫിന്റെ ആഭ്യന്തര അന്വേഷണ പരിധിയിലും ഇക്കാര്യം ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആർ പൊന്നി, അതായത് DIG, ഈ എയർപോർട്ട് സദേൺ സോണിലെ DIG ആർ പൊന്നി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അതായത് ഈ സംഭവത്തിന് പിന്നാലെ ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ CSF കടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി സഹായിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇയാൾക്കെതിരെയും നടപടി പ്രതീക്ഷിക്കാമോ? സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ചുരുങ്ങിയത് അച്ചടക്ക നടപടിയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റ് തരത്തിലുള്ള നിയമ നടപടികൾ എന്താണെന്നുള്ള പോലീസിനോട് കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും CISFനെ സംബന്ധിച്ച് ആഭ്യന്തര അന്വേഷണ പരിധിയിൽ ഇതും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് സിയാലിലെ ഈ CISFുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്നെ ചർച്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കാര്യക്ഷമമാക്കാൻ വളരെ വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് CISFന്റെ ആഭ്യന്തര അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് നാളെ കസ്റ്റഡി അപേക്ഷ, പ്രതികളെ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. ഇതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസും കടക്കുക. അമൃത. ശരി, മോഹ്സന അസോ ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.